മരണത്തിലൂടെ പരലോകത്തേക്കൊരു കവാടം തുറക്കപ്പെടുകയാണ്. കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഈ ലോകത്ത് നീ ഒരു അപരിചിതനെ പോലെ ജീവിക്കണം, ഒരു വഴിയാത്രികനെ പോലെ ജീവിക്കണം. ഖബറിന്റെ ഉടമസ്ഥരിൽ ഒരാളായി നീ നിന്നെ സ്വയം പരിഗണിക്കണം, എണ്ണണമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സമൂഹത്തിന് ഞാൻ ഭയപ്പെടുന്ന രണ്ട് കാര്യം, അവസാന കാലം വരുമ്പോ ഞാൻ ആശങ്കപ്പെടുന്ന രണ്ട് കാര്യമുണ്ട്. ഹുബ്ബുദ്ദുനിയാ, ഒന്ന് ഈ ലോകത്തോടുള്ള അതിരുകടന്ന ഇഷ്ടമാണ്. മറ്റൊന്ന് കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പാണെന്നും പരിശുദ്ധ റസൂൽ. ഇന്നലിൽ മൗത്ത് സക്കറാത്ത്, മരണത്തിന് കഠിനമായ ഒരു പരീക്ഷണം, ക്ലേശമുള്ള വേദനയുണ്ടെന്നും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങൾക്ക് ഖബർ സിയാറത്തിനെ വിലക്കിയിരുന്നു, ഇനി നിങ്ങൾ ഖബർ സന്ദർശിച്ചുകൊള്ളൂ, അത് മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതിന് സഹായിക്കുമെന്ന് പരിശുദ്ധ റസൂൽ. നാളെ പോയി കിടക്കേണ്ട ഇടമാണത് എന്ന് ഖബറിന്റെ അടുക്കൽ പോയി നിൽക്കുമ്പോ ഒരു മനുഷ്യന് ബോധ്യപ്പെടും, എനിക്ക് കിടക്കേണ്ട ഇടമാണ്, എന്റെ വീടാണ്, പള്ളിക്കാട്ടിൽ എനിക്കൊരിടമുണ്ട്, ആ ഇടം അതെന്റെ ശാശ്വതമായ ഇടമാണ്. ഇപ്പോഴത്തെ എന്റെ ഇടത്തിന് എത്ര ആയുസ്സുണ്ടെന്ന് പറഞ്ഞുകൂടാ. എന്റെ പുരയിടം ഒന്ന് കണ്ണടച്ചാൽ ആധാരം പിറ്റേ ആഴ്ച മക്കളോ ബന്ധുക്കളോ അവകാശികളോ അനന്തരാവകാശികളോ രജിസ്ട്രാർ ഓഫീസിൽ ചെന്ന് മറ്റൊരാളുടെ പേരിലേക്ക് ആധാരം മാറ്റിയെഴുതും. പക്ഷേ മാറ്റപ്പെടാത്ത ഒരു 6 അടി മണ്ണ്, അവിടെ ഒരു വീട്, ഞാനതിന് അവകാശിയാണ്. ആ മരണത്തിന്റെ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തകന്മാരെഴുതി, പണ്ഡിതന്മാർ നിരന്തരം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു, രചനകൾ നിർവഹിച്ചു. അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹിമഹുല്ലാ ഈർച്ചവാളുകൊണ്ട് പിളർക്കുന്ന പോലെ, കത്രിക കൊണ്ട് വെട്ടിമുറിക്കുന്ന പോലെ ആ അനുഭവമാണ് മരണമെന്ന് ഇമാം ഗസ്സാലി മരണത്തെ വിശേഷിപ്പിച്ചു. അട്ടഹസിക്കണമെന്ന് മരിക്കുന്നവന് തോന്നും, പക്ഷേ നാവനങ്ങുകയില്ല. എല്ലാവർക്കും പരിചയമുള്ള ഒരു ഉദാഹരണമുണ്ട്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപമയാണ്. ഒരു നല്ല മനുഷ്യൻ, ഉത്തമനായ മനുഷ്യൻ, സച്ചരിതനായ മനുഷ്യൻ വെണ്ണയിൽ നിന്ന് നൂല് വലിച്ചെടുക്കുന്ന പോലെ മൃദുലമായി, വളരെ അനായാസമായി ആ മനുഷ്യന്റെ ആത്മാവിനെ മരണവേളയിൽ റൂഹിനെ പിടിക്കുമെന്നും, എന്നാൽ ഒരു ദുഷ്ടനായ മനുഷ്യനാണെങ്കിൽ പഞ്ഞിയിലൂടെ കൊളുത്തിട്ട് വലിക്കുന്ന പോലെ വളരെ ക്രൂരമായി, കഠിനകഠോരമായി ആത്മാവിനെ പിടിക്കുമെന്നും പരിശുദ്ധ റസൂൽ. എത്ര ഭയാനകമാണ് മരണം. ഇഷ്ടപ്പെട്ട ആളാണ് നമുക്ക്, പക്ഷേ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയമാണ് ആ ദേഹത്തോട്. ജീവിച്ചിരിക്കുമ്പോ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന്റെ ദേഹത്തിന്റെ അടുക്ക് ഇരിക്കാൻ പോലും ഭയം വരും. ഒരു രാത്രി ഒരു മയ്യത്തിന്റെ അടുത്ത്, ഒരു മോർച്ചറിയിലോ മറ്റോ ഒറ്റക്ക് നിൽക്കാൻ പറഞ്ഞാൽ എത്ര പേര് തയ്യാറാവും? തയ്യാറാകുന്നവരുണ്ടാവില്ല എന്ന് ഞാൻ പറയണില്ല. നീ ഒന്ന് ഒരു കാവല് നിൽക്കണം, നാളെയാണ് പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ, അല്ല ഒന്നുമില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ട് പോണ ആളുകളുടെ എനിക്കറിയാം. ഞാൻ മോർച്ചറിയുടെ അടുത്ത് പോയി നിന്നിട്ടുള്ള ആളാണ്. പൊതുജീവിതത്തിൽ എനിക്കതിന് ധാരാളം അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടങ്ങൾ നടക്കുന്ന സ്ഥലത്ത് രാത്രിയും പകലും അതിന്റെ പുറത്ത് കസേരട്ടിരുന്നിട്ടും അതിന്റെ അടുത്തിരുന്നിട്ടും മണിക്കൂറുകൾ ഒരുപാട് മയ്യത്ത് കുളിപ്പിച്ച ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്ഭുതം. എനിക്ക് അവരോട് വലിയ ബഹുമാനമാണ്. ചെമ്മാട് ഒരു മോർച്ചറിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അടുത്തൊരു സാധാരണക്കാരൻ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, 200 250 മറ്റോ അദ്ദേഹം മയ്യത്ത് കുളിപ്പിച്ചു എന്ന് അവര് പറഞ്ഞപ്പോ ഞാൻ എഴുന്നേറ്റ് നിന്ന് ആ പാവം മനുഷ്യനെ ബഹുമാനിച്ചു പോയി. ഈ കഴിഞ്ഞ ദിവസം ചങ്ങരംകുളത്തിനകത്ത് എൻ്റെ ഒരു സുഹൃത്ത് നന്ദുഗോവിന്ദ് അദ്ദേഹത്തിന് സ്വീകരണം നൽകി. MT വാസുദേവൻ നായരും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. എന്താണ് നന്ദുവിന്റെ പ്രത്യേകത? നന്ദു മദിരാശിയിലെ മൃതദേഹങ്ങൾക്ക് സേവനം ചെയ്യുന്ന ആളാണ്. ആര് മരിച്ചാലും നന്ദു അവിടെ ഉണ്ടാവും. ആ നന്ദുവിന് അദ്ദേഹത്തിന്റെ ജന്മനാട് ആദരിച്ചു ഈ കഴിഞ്ഞ മാസം. ഇവരൊക്കെ വലിയ മഹാന്മാരാണെന്നാണ് എന്റെ വിശ്വാസം. ഏറ്റവും വലിയ മഹാന്മാരവരാണ്. സാധാരണഗതിയിൽ മൃതദേഹം ഭയം ജനിപ്പിക്കുന്നതാണ് ഞാൻ പറയുന്നത്. യുധിഷ്ഠിരൻ
ഭാരതീയ ഇതിഹാസ പുരാണങ്ങളിൽ വിശ്രുതനായ യുധിഷ്ഠിരൻ പറയുന്നത് ഭർത്താവിന്റെ മൃതദേഹം കണ്ട ഭാര്യ പോലും ഭയപ്പെടും എന്നാണ്. യുധിഷ്ഠിരൻ ഈ പറഞ്ഞ വാക്കിനോട് ആരും വിയോജിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഭർത്താവ്. മരണത്തോടുകൂടി പ്രിയം ഭയത്തിന് വഴിമാറുകയാണ്. സുർഖ് ആംഖോം മേ കാജൽ ലഗാ ഹേ, സുർഖ് ആംഖോം മേ കാജൽ ലഗാ ഹേ. ഉറുദു ഭാഷയില് മരണത്തിൽ മനുഷ്യന്മാരെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെ കുറിച്ച് എഴുതപ്പെട്ട കവിതകൾക്ക് എണ്ണം ഇല്ല. ഞാൻ വേറൊരു ഭാഷ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ മരിച്ചപ്പോൾ ആൾക്കാർ എന്നോട് എങ്ങനെ പെരുമാറുന്നു, ഇതാണ് കവി നിരന്തരം പറയുന്നത്. നിരന്തരം ഞാൻ പല ഭാഷയിലും നോക്കിയിട്ടുണ്ട്. എന്താണ് ഉറുദുവിൽ ഇത് ഇത്ര വർദ്ധിക്കാൻ കാരണം എനിക്കറിഞ്ഞൂടാ. ധാരാളം. അതിലൊരു കവി പറയാണ്, സുർഖ് ആംഖോം മേ കാജൽ ലഗാ ഹേ, റുഖ് പേ വാദാ സജാए हुए हैं, ऐसे आए हैं मैयत पे मेरी, जैसे शादी में आए हुए हैं. സുർഖ് ആംഖോം മേ കാജൽ ലഗാ ഹേ. ഞാൻ മരിച്ചപ്പോ കവി പറയുകയാണ് സ്വന്തം സഹധർമ്മിണിയായ ഭാര്യയെ പറ്റി. സുർഖ് ആംഖോം മേ കാജൽ ലഗാ ഹേ. അവൾ അവളുടെ ചുവന്ന കണ്ണിൽ അന്നും അവൾ കൺമഷി എഴുതാൻ മറന്നുപോയില്ല. സുർഖ് ആംഖോം മേ കാജൽ ലഗാ ഹേ, റുഖ് പേ വാദാ സജാए हुए हैं. എന്നോട് പറഞ്ഞ വാക്ക് അവളുടെ മുഖത്ത് ഒന്നും അവൾ രേഖപ്പെടുത്തി വെച്ച പോലെയാണ്. ഐസെ ആയേ ഹേ മയ്യത്ത് പേ മേരി, അവൾ എന്റെ മയ്യത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ജൈസെ ഷാദി മേ ആയേ ഹുവേ ഹേ, കല്യാണത്തിന് വന്ന പോലെയുണ്ട്. അവൾ എന്റെ മൃതദേഹത്തിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ജീവിതത്തിൽ ഒരു പക്ഷെ ബന്ധങ്ങളുടെ ശൈഥില്യമായിരിക്കാം കവി ഇതിലൂടെ വരച്ചു കാണിക്കുന്നത്. ഏതാണെങ്കിലും അത് ലോകത്തൊരു വലിയ വിഷയമാണ്. മരണത്തോടുകൂടി മനുഷ്യൻ എങ്ങനെ പെരുമാറുന്നു. സദ്വൃത്തനായ മനുഷ്യൻ എന്നെ വേഗം കൊണ്ടുപോയിക്കോ എന്ന് പറയും മയ്യത്ത്. ദുർവൃത്തനായ മനുഷ്യന്റെ മയ്യത്ത് എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് അട്ടഹസിക്കും. മൃതദേഹത്തിന്റെ അട്ടഹാസം, മയ്യത്തിന്റെ അട്ടഹാസം കന്നുകാലികൾക്ക്, മിണ്ടാപ്രാണികൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതകരമാണ്. അതും ഇങ്ങനെ ശാസ്ത്ര പഠനങ്ങൾക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ചില ആളുകൾ ഇപ്പൊ പോലും പറയുന്നത് കേട്ടിട്ടുണ്ട്. ചില നാടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു മൂല്യവും മര്യാദയില്ലാതെ ജീവിക്കുന്ന, വളരെ തെമ്മാടിത്തത്തിൽ ജീവിച്ച ആളുകൾ. അങ്ങനെയുള്ള ചില ആളുകളുടെ മരണത്തോട് ചേർത്തി വീട്ടിലെ കന്നുകാലികളോട് ബന്ധപ്പെടുത്തി ചില സുഹൃത്തുക്കൾ പറഞ്ഞ സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. കന്നുകാലികൾക്ക് ഇതെങ്ങനെ കേൾക്കാനും കഴിയുമെന്ന് ആരും ഇപ്പൊ സംശയിക്കണ്ട. അങ്ങനെ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു ചോദ്യം മറിച്ച് ചോദിക്കും. എങ്ങനെയാണ് സുനാമി ഉണ്ടാകാൻ പോകുമ്പോ ശ്രീലങ്കയിലെ ആനകൾ രക്ഷപ്പെട്ടത്? എല്ലാ ആനകളും കാട് വിട്ടുപോയി. സുനാമി ദുരന്തത്തിൽ പെടാതെ ആനകൾ, ശ്രീലങ്കൻ തീരപ്രദേശങ്ങളിലെ വനങ്ങളിലെ ആനകൾ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല, അടുത്ത കാലത്ത് ഭൂകമ്പങ്ങൾ, കമ്പനങ്ങൾ, പ്രളയങ്ങൾ ഉണ്ടാകാൻ പോകുന്ന സന്ദർഭത്തിൽ പൂച്ച, ആട്, പെരിച്ചാഴി, എലി തുടങ്ങിയ ജീവികളുടെ പെരുമാറ്റ രീതി, ബിഹേവിയറിസം, അവരുടെ പെരുമാറ്റത്തിന്റെ രീതി ധാരാളം ഗവേഷണങ്ങൾക്ക് സഹായകരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂകമ്പം ഉണ്ടാകാൻ പോകുമ്പോ കൂട്ടിൽ കയറാൻ മടിക്കുന്ന ആട്, കയറ് പൊട്ടിച്ച് ഓടുന്ന മിണ്ടാപ്രാണികൾ, പൂച്ച ചേഷ്ടകൾ കാണിക്കുന്നു, ആട് പ്രത്യേകമായ ശബ്ദമുണ്ടാക്കി കരയുന്നു. ഇതൊക്കെ ശാസ്ത്രം തെളിയിച്ച് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മൃതദേഹത്തിന്റെ വിലാപം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല, മിണ്ടാപ്രാണികൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ശങ്ക വേണ്ട. മരണം ഒരു നാടുകടത്തലാണെന്ന് പറഞ്ഞത് ഇമാം അബൂ ഹാമിദുൽ ഗസാലിയാണ് റഹിമഹുല്ലാഹ്. ഭാര്യയെ ഒരാളിൽ നിന്ന് കവർന്നെടുത്തു, മക്കളെയും കവർന്നെടുത്തു. പോ, നീ നാട് വിട്ടുപോ. നിന്റെ മക്കളെയും കൊണ്ടുപോകാൻ സമ്മതിക്കൂല, നിന്റെ സമ്പത്ത് കൊണ്ടുപോകാൻ സമ്മതിക്കൂല, നിന്റെ ബന്ധുക്കളെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. നീ ഇത്രകാലം പാർത്ത നിന്റെ പ്രിയപ്പെട്ട വീടോ
നിന്റെ പ്രിയപ്പെട്ടവരോ നാടോ ആരും നിന്റെ കൂടെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു നാട് കടത്തലാണത്. ഇന്നലെ വീട്ടിലാണ് ഉറങ്ങിയത്, നാളെ ഒരുപക്ഷെ പള്ളിക്കാട്ടിലാണ് കിടന്നുറങ്ങുന്നത്. എന്റെ നാട്ടിൽ അടുത്തൊരു ദിവസം എന്റെ മാന്യനായൊരു പരിചയമുള്ള ഒരാള് മരണപ്പെട്ടു. കോട്ടക്കൽ അങ്ങാടിയിലൂടെ വണ്ടി ഓടിച്ചു പോയിരുന്നു. വണ്ടി ഓടിച്ചു പോകുമ്പോ അസ്വാസ്ഥ്യം തോന്നി. അൽമാസ് ആശുപത്രിയിലേക്ക് അദ്ദേഹം തന്നെ കാർ ഓടിച്ചു പോയി. അവിടെത്തി അവര് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ആള് മരണപ്പെട്ടു. ഞാൻ വീട്ടിൽ പോയപ്പോ അദ്ദേഹത്തിന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു, എന്റെ കുട്ടി 2 മണിക്കൂർ ഇവിടുന്ന് ഇറങ്ങിയതാണ്. ഞാൻ ആ വീട്ടിലിങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പ്ലാസ്റ്റിക്കിന്റെ കീസുകളിൽ അരി ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സഞ്ചി നിറയെ അരിയാണ്, പാവങ്ങൾക്ക് ദാനം ചെയ്യാൻ. ഇന്നലെ വരെ ആ വീട്ടില് അദ്ദേഹത്തിന് കഴിക്കാനുള്ള അരിയായിരുന്നു. ഇന്ന് ആ വീട്ടിൽ അദ്ദേഹത്തിന്റെ പേരിൽ മറ്റുള്ളവരെ കഴിപ്പിക്കാനുള്ള അന്നമാണ്. ഒരു 2 മണിക്കൂർ കൊണ്ട് മാറുന്നത്. ഇത് ചിന്തിച്ചാൽ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണ്? അത്ഭുതകരമായ അവസ്ഥ. ഇന്നലെ കിടന്നത് എവിടെ, ഇന്ന് കിടക്കുന്നത് എവിടെ? ഇന്നലെ വീട്ടിലാണ്, ഇന്ന് പള്ളിക്കാട്ടിലാണ്. മരണം യഥാർത്ഥത്തിൽ ഒരു പാരിതോഷികമാണ്. ഈ ലോകത്ത് ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ലഭിക്കാൻ മറ്റൊരു ലോകത്തേക്ക് പോകുമ്പോൾ ലഭിക്കുന്ന പാരിതോഷികം. നല്ല മനുഷ്യൻ കൂജയിൽ നിന്ന് വെള്ളമൊഴുകുന്ന പോലെ ആ മനുഷ്യന്റെ റൂഹ് പിടിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചീത്ത മനുഷ്യനെ ഭീകരമായ ഭാഷ സംസാരിച്ചുകൊണ്ട് അസ്രായീൽ റൂഹ് പിടിക്കുമെന്നും ദീൻ പഠിപ്പിച്ചു. നീ ഇഷ്ടപ്പെടാൻ ഉദ്ദേശിക്കുന്നതിനെയൊക്കെ ഇഷ്ടപ്പെട്ടുകൊള്ളൂ. പരിശുദ്ധ റസൂൽ ഉണർത്തുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ വേർപിരിയേണ്ടി വരുമെന്ന് കരുതിയിട്ടേ നീ ഇഷ്ടപ്പെടാവൂ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല മനുഷ്യനെ പട്ടുടയാടയണിയിപ്പിക്കും, ചീത്ത മനുഷ്യനെ ദുർഗന്ധമുള്ള കരിമ്പടമണിയിപ്പിക്കും. എന്റെ ദാസന്റെ സകല രേഖകളും ഇല്ലിയീനിൽ രേഖപ്പെടുത്തണമെന്ന് അല്ലാഹു നല്ല മനുഷ്യനെ കുറിച്ച് പറയും. മരണാനന്തരം ഖബറിൽ സ്വർഗത്തിൽ നിന്നൊരു വാതിൽ തുറന്നു വെക്കും. ഖബറിലേക്കൊരു നല്ല മനുഷ്യൻ കടന്നു വരും. നല്ല ഉത്തമനായ മനുഷ്യൻ. ആരെന്ന് ചോദിക്കുമ്പോ പറയും, നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ്. ഖബറേ വിശാലമാവുക എന്ന് പറയപ്പെടുമ്പോ കണ്ണെത്താത്ത ദിക്കിലേക്ക്, അറ്റത്തേക്ക് ഖബർ വിശാലമായി പരന്നു പോകും. ചീത്ത മനുഷ്യൻ 1-ാം ആകാശത്തിന്റെ വാതിൽ റൂഹ് പിടിച്ച മലക്ക് മുട്ടും, തുറക്കപ്പെടുകയില്ല. വല്ലഹ്ദു യഹ്കീ ളുൽമതൻ ഫീഹ ഇബ്തിലാഇ വന്നൂറു ഫാഖ കിതാബഹു ഉൻസി ലിഖാഇ. മണ്ണ് വന്ന് മൂടുമ്പോ, മണ്ടരികൾ വന്ന് ആവരണം ചെയ്യുമ്പോ, ഖബർ ഇരുട്ട് നിറയുമ്പോ അതിന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുമ്പോ എത്രയെത്ര മരണങ്ങൾ, ആ മരണങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് ജീവിതത്തിന്റെ പുതിയ തളിരിലേക്ക്, ജീവിതത്തിന്റെ പുതിയ നന്മയിലേക്ക് മനുഷ്യൻ കടന്നു വരേണ്ടതാണ്. ജനങ്ങളെ, ആര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയുകയില്ല. ജനങ്ങളെ, ആര് നിങ്ങളെ വഞ്ചിച്ചാലും ഞാൻ നിങ്ങളെ വഞ്ചിക്കുകയുമില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലതമൂതുന്ന കമാ തനാമൂൻ, നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പോലെ മരിക്കുന്നവരാണ്. വലാ തുബഅസുന്ന കമാ തസ്തൈഖിലൂൻ, ഉറക്കിൽ നിന്ന് ഉണരുന്ന പോലെ നാളെ നിങ്ങൾ പുനരുത്ഥാനം ചെയ്യപ്പെടുന്നതുമാണ്. വലതുജ്സൗന്ന ബിഇഹ്സാനിൻ ഇഹ്സാനാ വബിസ്സൂഇ സൂആ, നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതാണ്. ആത്മാവിന് എത്ര ഘട്ടങ്ങളാണുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. 1, മാതാവിന്റെ ഗർഭാശയത്തിൽ വരുന്നതിന് മുമ്പുള്ള ഘട്ടം. 2, ഗർഭാശയത്തിൽ അണ്ഡവും ബീജവുമായി സംഗമിച്ച ശേഷമുള്ള ഘട്ടം. 4-ാം മാസത്തിൽ മലക്ക് വന്ന് മനുഷ്യന്റെ ഭാഗധേയം രേഖപ്പെടുത്തുന്നത് പോലുള്ള ഘട്ടം. 3-ാമത്തേത് ജനനം, ജീവിതം, കർമ്മം, മരണം. 4-ാമത്തേത് ബർസഖ്, ഖബർ ജീവിതം. ഖബർ ജീവിതത്തെ ബർസഖ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അവിടെ പോലും പരലോകത്തിന്റെ പ്രാധാന്യം ആ പദത്തിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബർസഖ് എന്ന് പറഞ്ഞാൽ ഇടവേള, ഇന്റർവെൽ എന്ന് വേണമെങ്കിൽ പറയാം.
ബൈനഹുമാ ബർസഖുൽ ലാ യബ്ഗിയാൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. രണ്ടിന്റെയും ഇടവേള, ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും ഇടയിലുള്ള ഒരു ഇടവേളയാണ് ബർസഖ്. കിനാവ് കാണുമ്പോ സത്യത്തിൽ ആലോചിച്ച് നോക്കേണ്ടതാണ്. നമുക്ക് തന്നെ നമ്മുടെ ആത്മാവിനെ രുചിച്ചറിയാനുള്ള ഏറ്റവും നല്ല ഒരു സന്ദർഭം സ്വപ്നമാണ്. നമ്മൾ ഉറങ്ങിക്കിടക്കുന്നു, സ്വപ്നത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തൊക്കെ ചൊല്ലാൻ ദുആകൾ പഠിപ്പിച്ചോ എല്ലാം മരണത്തോട് സാദൃശ്യപ്പെടുത്തിയാണ് പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ഉറക്കിൽ നിന്ന് ഉണരുമ്പോ എന്നെ മരിപ്പിച്ച ശേഷം വീണ്ടും ജീവിപ്പിച്ച അല്ലാഹുവിനാകുന്നു സകല സ്തോത്രങ്ങളും എന്ന് ചൊല്ലാൻ പഠിപ്പിച്ചു. ഇന്നലെ ഞാൻ ഉറങ്ങിക്കിടക്കുകയല്ല, മരിച്ചു കിടക്കുകയായിരുന്നു എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഞാനിവിടെ വന്ന ഈ അബുദാബിയിൽ വന്ന ശേഷം ആദ്യത്തെ ദിവസം രാത്രി ഒരു സ്വപ്നം കണ്ടു. വളരെ സങ്കടപ്പെടുത്തിയ സ്വപ്നം. അത്താഴം കഴിച്ച ശേഷം സുബഹി നമസ്കരിച്ച് കിടന്നുറങ്ങിയ ശേഷം മഹാനായ ശിഹാബ് തങ്ങൾക്കൊപ്പം യാത്ര ചെയ്യുന്നു, കൂടെ നടക്കുന്നു, എത്രയോ സ്ഥലങ്ങളിൽ പോകുന്നു, വയലേലകളിലൂടെ ഒന്നിച്ച് സഞ്ചരിക്കുന്നു, തങ്ങൾ പല കാര്യങ്ങളും സംസാരിക്കുന്നു. ജീവിതകാലത്ത് നടന്നിരുന്ന പോലെ ഇടക്ക് സ്വകാര്യം പറയുന്നു, തോളിൽ കൈവെക്കുന്നു. ഞാൻ ആലോചിച്ചിരുന്നു പോയി, മരിച്ചിട്ട് തിരിച്ചു വന്ന പോലെ, മരണപ്പെട്ടിട്ട് ആ ലോകത്ത് നിന്ന് ഈ ലോകത്തേക്ക് നമ്മളെയൊക്കെ കാണാൻ വേണ്ടി തിരിച്ചു വന്ന പോലെ. ഞാൻ ധാരാളം കിനാവ് കാണുന്ന ഒരാളാണ്. ഈ സദസ്സിലും അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം. കിനാവ് കാണുന്നവർ വളരെ ചുരുങ്ങിയ ആളുകളുണ്ടായിരിക്കാം. എന്റെ സ്നേഹനിധിയായ വാത്സല്യ പിതാവിനെ ഞാൻ ജീവിതത്തിൽ കണക്കറ്റ് സ്വപ്നം കണ്ടിട്ടുണ്ട്. എത്രയോ രാവുകളിൽ, പലപ്പോഴും ജീവിച്ചിരിക്കുന്ന പോലെ. സ്വപ്നം കഴിയുമ്പോഴേ അറിയൂ, ഓ ആള് പോയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പില്ല. സ്വപ്നത്തിന്റെ സമയത്ത് ആള് ഭൂമിയിലുള്ള മാതിരി തന്നെയാണ്, നമ്മൾ അറിയുന്നില്ല. ഈ സ്വപ്നത്തെ പറ്റി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ അവരുമായി സന്ധിക്കുന്നത്? ഈ ലോകത്തിൽ നിന്ന് മറഞ്ഞ പരലോക യാത്ര ചെയ്തു പോയവരുമായി ജീവിച്ചിരിക്കുന്ന നമ്മൾ എങ്ങനെയാണ് സന്ധിക്കുന്നത്? അത്ഭുതകരമാണ്. ആ ഒറ്റ സംഗതി ആലോചിച്ച് നോക്കിയാൽ മനുഷ്യൻ ചിന്താ നിമഗ്നനായി പോകും. പക്ഷേ മനുഷ്യൻ എവിടെയുണ്ട് ചിന്തിക്കാൻ സമയം? മനുഷ്യൻ ഇന്ന് ആലോചിക്കാൻ സമയമില്ല. ഒരു കിനാവിനെ പറ്റി ആലോചിച്ചാൽ പോലും അവൻ അത്ഭുതപ്പെട്ടു പോകും. യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെട്ടവരുടെ ആത്മാവുമായിട്ട് സന്ധിക്കാൻ നമ്മുടെ ആത്മാവ് ആഗ്രഹിക്കുന്നു. അൽ അർവാഹു ജുനൂദും മുജന്നദ.